നമ്മൾ മുന്നേയുള്ള ഒരുപാട് വീഡിയോസിലായിട്ട് നമ്മൾ എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒരു വ്യക്തിത്വ വൈകല്യമുള്ള ഒരു വ്യക്തിയുടെ പെരുമാറ്റ രീതികളാണെങ്കിലും അയാൾ നമ്മളെടുത്ത് ആളുകളായിട്ട് ഡീൽ ചെയ്യുന്ന രീതികളാണെങ്കിലൊക്കെ ഭയങ്കര ഓടായിരിക്കും. അതായത് പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുന്ന സമയത്ത് ഇയാൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവങ്ങളും പെരുമാറ്റമായിരിക്കും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമുക്ക് ചിലപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇയാൾ എന്താ ഇനി പറയുക, ഇയാൾ ഇപ്പൊ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ആയിരിക്കില്ല പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാവുക. അപ്പൊ പലപ്പോഴും ഇവരെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇവരൊരിക്കലും എന്താ ഇവർ ചെയ്യാന്നുള്ളത് നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല. ഹലോ, ഞാൻ റാഹിന ഫസ്മി, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മൾ മുന്നേയുള്ള ഒരുപാട് വീഡിയോസിലായിട്ട് നമ്മൾ എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒരു വ്യക്തിത്വ വൈകല്യമുള്ള ഒരു വ്യക്തിയുടെ പെരുമാറ്റ രീതികളാണെങ്കിലും അയാൾ നമ്മളെടുത്ത് ആളുകളായിട്ട് ഡീൽ ചെയ്യുന്ന രീതികളാണെങ്കിലൊക്കെ ഭയങ്കര ഓടായിരിക്കും. അതായത് പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുന്ന സമയത്ത് ഇയാൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവങ്ങളും പെരുമാറ്റമായിരിക്കും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമുക്ക് ചിലപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇയാൾ എന്താ ഇനി പറയുക, ഇയാൾ ഇപ്പൊ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ആയിരിക്കില്ല പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാവുക. അപ്പൊ പലപ്പോഴും ഇവരെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇവരൊരിക്കലും എന്താ ഇവർ ചെയ്യാന്നുള്ളത് നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല. അപ്പൊ ഇത്തരത്തിലൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകുമ്പോൾ അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻസിലൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. നമ്മൾ ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. ഇവർക്ക് ഇവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാകും. ഇവർ ഇമ്പൾസ് കൺട്രോളിലൊക്കെ പ്രശ്നം ഉണ്ടാകും. ഇവരുടെ കോഗ്നിഷൻ, അതായത് ഇപ്പൊ ഇവർ ചിന്തിക്കുന്ന രീതി, ഇവർ ഒരു കാര്യം മനസ്സിലാക്കുന്ന രീതി, ഇവരിപ്പം സാധാരണ ഒരു കാര്യം ഭയങ്കര കോമൺ ആയിട്ട് ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തി മനസ്സിലാക്കുക. അപ്പൊ അതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലസ്റ്റർ എ കാറ്റഗറിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ അവരുടെ ലക്ഷണങ്ങളുടെ ഒരു സിമിലാരിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ 3 ക്ലസ്റ്റർ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ 3 ക്ലസ്റ്ററിൽ ഓരോരോ കുറച്ച് ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്ലസ്റ്റർ ആണ് ക്ലസ്റ്റർ എ. ക്ലസ്റ്റർ എ കാറ്റഗറിയിൽ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും. നമുക്ക് ഇവരെന്താ ഇങ്ങനെയെന്ന് തോന്നുന്ന രീതിയിൽ ഭയങ്കര ഓടായിട്ടുള്ള ഭയങ്കര വ്യത്യാസമായിരിക്കും അവരുടെ സ്വഭാവത്തിൽ. പിന്നെ അതേപോലെ ഇവർ ഭയങ്കര ഒരു സംശയത്തോടായിരിക്കും ഇവരെല്ലാം നോക്കി കാണുന്നുണ്ടാവുക. എപ്പോഴും ഭയങ്കര പാരനോയിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എപ്പോഴും ആൾക്കാർ നോക്കുന്ന അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഒരു സംശയം, എല്ലാത്തിലും ഒരു സംശയം ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഈ ഒരു ഏകദേശ സിംറ്റംസ് ആയിരിക്കും മിക്കപ്പോഴും ക്ലസ്റ്റർ എയിൽ വരുന്ന കാറ്റഗറിയിൽ ഉണ്ടാവുക. പിന്നെ ഇവരുടെ ക്ലസ്റ്റർ എയിലുള്ള പ്രധാനപ്പെട്ട ഒരു സിംറ്റം ആണ് സോഷ്യൽ ഡിറ്റാച്ച്മെന്റ്. അതായത് നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സോഷ്യൽ സ്കിൽസ് വേണം. നമ്മൾ ഒരാളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ എങ്ങനെയാണ്, ഒരാളായിട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് സോഷ്യൽ സ്കിൽസ് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സോഷ്യലി ഭയങ്കര വിഡ്രോവൽ ആയിരിക്കും. അതായത് ഒരു സാമൂഹിക ഇടപെടലുകൾ ഇവർക്ക് ഭയങ്കര കുറവായിരിക്കും, ബന്ധങ്ങൾ കുറവായിരിക്കും. ഇനിയിപ്പോ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഭയങ്കര കുഞ്ഞു സർക്കിൾ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അപ്പൊ എന്താണ് സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ? നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ പൊതുവെ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസർച്ച് പലപ്പോഴും നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ നടത്താൻ പറ്റാറില്ല. കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിൽ. അപ്പൊ നമ്മൾ സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ നോക്കുമ്പോൾ ബാക്കി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അധികം റിസർച്ചും ഗവേഷണങ്ങളും ഒന്നും നടക്കാത്ത ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പൊ ഇതിലുള്ള ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ടുള്ള ഇൻട്രോവേർട്ട് ആയിരിക്കും. അതായത് എക്സസീവ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. ഇപ്പൊ പലപ്പോഴും ചില ആൾക്കാർ ഭയങ്കര എക്സ്ട്രോവേർട്ട് ഉണ്ടാവും, ചില ആൾക്കാർ ഭയങ്കര ഇൻട്രോവേർട്ട് ഉണ്ടാവും. അതൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരു സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അസാധാരണ രീതിയിലുള്ള ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും. അതായത് തീരെ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യില്ല, തീരെ ആളുകളായിട്ട്
ഒരു തരത്തിലും ആളുകളായിട്ട് ഒരു ബന്ധം കീപ്പ് ചെയ്യാണ്ട് എപ്പോഴും ഭയങ്കര ഒറ്റയ്ക്കിരിക്കുന്ന രീതിയിലായിരിക്കും ഇവരുണ്ടാവുക. അങ്ങനെ ഭയങ്കര ഒരു അത്രയ്ക്ക് നോർമൽ അല്ലാത്ത രീതിയിലുള്ള ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ് ഒരു സ്കീസോ ടൈപ്പിൽ ഉള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളെ നമ്മൾ നോക്കുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പൊ ഇവർക്ക് എന്ന് പറയുമ്പോൾ ഇവരെല്ലാം ചെയ്യുന്നത് തന്നെയായിരിക്കും. ഇവർ ആളുകളായിട്ട് അത്ര മിങ്കിൾ ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ ഫാമിലി മെമ്പേഴ്സിനാണെങ്കിൽ വീട്ടിലുള്ള ആളുകളായിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ അവർ അത്രയ്ക്ക് മിങ്കിൾ ആവണം എന്നില്ല. ചെറിയൊരു കുഞ്ഞു സർക്കിൾ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ ഇവർക്ക് പൊതുവെ ഇവർക്കുള്ള കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പലപ്പോഴും ഒരു മാജിക്കൽ തിങ്കിങ് നമുക്ക് ഈ സ്കീസോ ടൈപ്പിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ കാണാറുണ്ട്. അതായത് ഇവര് റിയാലിറ്റിനോടൊക്കെ ടച്ച് ഉണ്ടാവും, പക്ഷെ എന്നാൽ കൂടിയിട്ട് ഇവർക്ക് കുറച്ച് മാജിക്കൽ തിങ്കിങ് ആയിരിക്കും, ഒരു അന്ധവിശ്വാസങ്ങളായിരിക്കും. ഇപ്പം മാജിക്കൽ തിങ്കിങ്ങിന് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എണീറ്റപ്പം ഒരു ഇന്ന കളർ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഒരു ചീത്ത ദിവസമാണ്, അപ്പൊ ഞാൻ അന്ന് പുറത്ത് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് വിചിത്രമായിട്ടുള്ള മാജിക്കൽ തിങ്കിങ് ഉണ്ടാവും. പിന്നെ അതേപോലത്തെ ആക്ടിവിറ്റീസിലൊക്കെ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്കീസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കാണാറുണ്ട്. ബാക്കി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ നിന്ന് വ്യത്യസ്തമാകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ ഇവരിൽ കാണുന്ന വേറൊരു കാര്യമാണ്, ഇവർക്ക് ഇപ്പം സൈക്കോട്ടിക് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഇപ്പം നമുക്ക് ഹാലുസിനേഷനോ ഡെലൂഷനോ പോലത്തെ സൈക്കോട്ടിക് സിംറ്റംസ് അല്ലാത്ത രീതിയിലുള്ള ഇപ്പൊ ഐഡിയാസ്, അതായത് ചില തോന്നലുകൾ ഉണ്ടാവും ഇവർക്ക്. അതായത് ഇവരിൽ ഉണ്ടാവുന്ന മേജർ ആയിട്ടുള്ള ഒരു തോന്നലാണ് ഐഡിയാസ് ഓഫ് റെഫറൻസ് എന്ന് പറയും. അതായത് ബാക്കിയുള്ള ആൾക്കാർ ഇപ്പൊ എന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അത് എന്നെ നോക്കി ചിരിച്ചതാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവരെന്തോ എന്നെ പറ്റി വിചാരിക്കുന്നുണ്ട്, എന്നെ പറ്റി പറയുന്നുണ്ട്. എന്ത് ചുറ്റിലുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മൾ നോക്കുന്ന പോലും ഉണ്ടാവില്ല, അവരവരുടെ സൈഡിൽ നിൽക്കുമായിരിക്കും, പക്ഷെ എന്നാൽ കൂടിയിട്ട് അവരെന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള ഒരു തോന്നലായിരിക്കും. അതൊരു ഉറച്ച വിശ്വാസമായിട്ട് ഒരു സൈക്കോട്ടിക് സിംറ്റം, ഒരു ഡെലൂഷൻ ആയിട്ട് മാറുന്നില്ല, പക്ഷെ ഒരു തോന്നൽ, ഒരു ഐഡിയ ആയിരിക്കും, അവരെന്നെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ഒരു തോന്നലായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സ്കീസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലെ ആൾക്കാർക്ക് നമുക്ക് സോഷ്യൽ ആങ്സൈറ്റി കാണാറുണ്ട്. പക്ഷേ ഇവിടെ സോഷ്യൽ ആങ്സൈറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം പൊതുവെ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവാറ് ഒന്നിരിക്കലും എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നെ പറ്റി എന്തെങ്കിലും വിചാരിക്കോ എന്നുള്ള ഒരു സെൽഫ് ഡൗട്ട് കാരണമൊക്കെയാണ് നമുക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവാറുള്ളത്. അത് നമ്മൾ ഒരു എക്സ്പോഷർ തെറാപ്പിക്ക് കൊടുത്ത് അവർ കുറച്ച് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ, ഏത് സിറ്റുവേഷൻസിലാണ് അവർക്ക് ആങ്സൈറ്റി വരുന്നത് ആ സിറ്റുവേഷനിൽ അവർക്ക് കുറച്ച് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ആങ്സൈറ്റി പയ്യെ കുറയാറുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം എത്ര ഫെമിലിയർ ആയാലും ഈ സോഷ്യൽ ആങ്സൈറ്റി അങ്ങ് കുറഞ്ഞു പോകാറില്ല. കാരണം ഇവരുടെ സോഷ്യൽ ആങ്സൈറ്റി വരുന്നത് പാരനോയിഡ്, അതായത് സംശയത്തിൽ നിന്നാണ് ഇവരുടെ സോഷ്യൽ ആങ്സൈറ്റി വരുന്നത്. ബാക്കിയുള്ള ആൾക്കാരായിട്ടുള്ള ഒരു സംശയം കാരണം, അല്ലാതെ അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ എന്നെ പറ്റി എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ള തോന്നലല്ല. അതുകൊണ്ട് തന്നെ ഇതങ്ങോട്ട് അവർ ഫെമിലിയർ ആയാൽ പോലും ഈ സോഷ്യൽ ആങ്സൈറ്റി അവരെ വിട്ട് പോവാത്ത ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇപ്പൊ നമ്മൾ ഈ സ്കീസോ ടൈപ്പിൽ പേരിലുള്ള പോലെ തന്നെ ഇത് സ്കീസോഫ്രീനിയനായിട്ട് കുറച്ച് കണക്റ്റഡ് ആണ്. ഇപ്പം നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ അവരുടെ അടുത്ത ഏതെങ്കിലും കുടുംബക്കാരിൽ സ്കീസോഫ്രീനിയ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജനറ്റിക്കലി അത് ഒരു ബയോളജിക്കലി അവരുടെ ഫാമിലിയിൽ ഈ സ്കീസോ ടൈപ്പിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പം ആ സ്കീസോഫ്രീനിയയിൽ ഉണ്ടാവുന്ന സൈക്കോട്ടിക് സിംറ്റംസിന്റെ ഒരു ലൈറ്റർ വെർഷൻ, സൈക്കോട്ടിക് അല്ലാത്ത രീതിയിൽ ഇവിടെ നമുക്ക് ചില സിംറ്റംസ് ഒക്കെ കാണാറുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല റിസർച്ചും പറയണമെന്ന് വെച്ചാൽ സ്കീസോ ടൈപ്പിൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർക്ക് അധിക നേരം ഒരു സാധനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അധിക നേരം അറ്റൻഷൻ കൊടുത്ത് സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്നാണ് നമ്മൾ പറയാം. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാറില്ല. പിന്നെ അതേപോലെ ഇവർക്ക് ഇപ്പം നമ്മൾ സ്കീസോഫ്രീനിയയിലോട്ട് പോകുമ്പോൾ ഹാലുസിനേഷൻ ഉണ്ടാവും, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് തോന്നുന്നു. അവർ ശരിക്കും അവർക്ക് അതായിരിക്കും നോർമൽ, അവരത് കാണും, ഇല്ലാത്തൊരു കാര്യം കാണും, ഇല്ലാത്തൊരു കാര്യം കേൾക്കും. പക്ഷെ അങ്ങനെ സൈക്കോട്ടിക് അല്ലാത്ത രീതിയിൽ സ്കീസോ ടൈപ്പിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഫീല് വരും, ഒരു ഇല്യൂഷൻ പോലെ തോന്നും, ഇവിടെ എന്തെങ്കിലും ഒരു എനർജി ഫീൽ ചെയ്യുക. അപ്പൊ അത് ഇവർ ഈ മാജിക്കൽ തിങ്കിങ്ങിനായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് അവർ അങ്ങനത്തെ രീതിയിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങും. പിന്നെ ഈ സ്കീസോ ടൈപ്പിൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാരിൽ കാണുന്ന ഇവർക്ക് നമുക്ക് ഈ സിക്സ്ത് സെൻസിലും ടെലിപ്പതിയിലൊക്കെ ഭയങ്കര വിശ്വാസമായിരിക്കും. അത്തരത്തിൽ കുറച്ചൊരു വിചിത്രമായിട്ടുള്ള ഒരു സ്വഭാവ രീതികളാണ് പലപ്പോഴും സ്കീസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നമുക്ക് കാണാൻ പറ്റാറുള്ളത്. ക്ലസ്റ്റർ എ കാറ്റഗറിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു, സോഷ്യൽ ഡിറ്റാച്ച്മെന്റ്. അപ്പം ഈ ഒരു സ്കീസോ ടൈപ്പിലോട്ട് വരുമ്പോൾ ഇവർക്ക് സോഷ്യൽ സ്കിൽസ് ഒക്കെ ഭയങ്കര കുറവായിട്ടും ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലും ഒരു റിലേഷൻ എങ്ങനെ കീപ്പ് ചെയ്യാം, ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ അവർ ഭയങ്കര വീക്ക് ആയിരിക്കും. സോഷ്യൽ സ്കിൽസ് ഇവർക്ക് അത്രയ്ക്ക് കുറവായിരിക്കും. ഇപ്പം സ്കീസോ ടൈപ്പിൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർ കല്യാണം കഴിക്കുക, അങ്ങനെ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലോട്ടൊക്കെ പോവാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇവരുടെ ചിലപ്പോൾ ചില സമയത്ത് ഇവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ വരെ നമുക്ക് പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതായത് ചിലപ്പം ഒരു സിറ്റുവേഷനിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ട രീതിയിലുള്ള ഇമോഷൻസ് ആയിരിക്കില്ല ചിലപ്പോൾ അവരെ എക്സ്പ്രസ് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു യൂഷ്വലി ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ ഇവര് ഭയങ്കര വിചിത്രമായിട്ടുള്ള രീതിയിലൊക്കെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാറുണ്ട്.
അപ്പൊ ഇത്രയാണ് സ്കീസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത്. അപ്പൊ നമ്മൾ മുന്നേ പറയുന്ന പോലെ നമ്മളൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ആദ്യം ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഇവർക്ക് അറിയില്ല ഇവരുടെ ബിഹേവിയറിൽ പ്രശ്നമുണ്ട്, ഇവരുടെ ബിഹേവിയർ കാരണം അവരുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് പ്രശ്നമുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ പലപ്പോഴും പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാറില്ല, കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് അവർക്ക് കിട്ടാറില്ല. അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി അവരുടെ ലൈഫിൽ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാറുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഉള്ള ഒരു ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല ഇങ്ങനെ പേഴ്സണാലിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. നമ്മളൊരു അഡൽട്ടൊക്കെ ആയി കഴിയുമ്പോഴാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറുള്ളത്. അപ്പം ഇവർക്ക് ഒരു തക്കതായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാറാണ് പതിവ്. അപ്പൊ നല്ലൊരു മെന്റൽ ഹെൽത്ത് എക്സ്പേർട്ടിന്റെ ഹെൽപ്പോടെ പ്രോപ്പർ ആയിട്ടുള്ള സൈക്കോതെറാപ്പീസും ഇന്റർവെൻഷൻസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പേഴ്സണാലിറ്റിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മോഡിഫൈ ചെയ്ത് എടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള സ്കിൽസ് ഒക്കെ അവരെ കൊണ്ട് ലേൺ ചെയ്യിപ്പിച്ച് ബാക്കിയൊക്കെ അൺലേൺ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഒരു മോഡിഫിക്കേഷൻസ് കൊടുത്ത് ഇവരെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അടുത്തതായിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്